يصرف الصور إلى الله. بسم الله ما شاء الله ما كان من نعمة فمن الله. بسم الله ما شاء الله كان ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. توسلت بالحي القيوم الذي لا يموت أبدا نفعت ونسوى بألف ألف لا حول ولا قوة إلا بالله العلي العظيم. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. صدق الله العلي العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. ويقوم سيدنا مولانا محمد കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസ് ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടെ അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ സർവരുടെയും മണ്ണറകളെ അല്ലാഹു മണിയറകളാക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. മഹാനായ ഔലിയാക്കളുടെ നേതാവ് ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ സ്മരിക്കുന്ന, മഹാനവറുടെ ജീവിത ശകലങ്ങളെ അയവിറക്കുന്ന, മഹാനവറുടെ ഉദാത്തവും ഉത്കൃഷ്ടവുമായ വ്യക്തിപ്രഭാവത്തിന്റെ സുന്ദരമായ മാതൃകകൾ ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസം. ഈ മാസത്തിൽ ആരാണ് വലിയ എന്നും ഔലിയാക്കൾ സത്യവും മിഥ്യയും എന്നുള്ളൊരു വിഷയം, അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഏറ്റവും നല്ല സാധനം ഏതാണോ അതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുക, വ്യാജന്മാരുണ്ടാവുക. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആൾക്കാരാണ്, അതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിലുള്ള ഔലിയാക്കള് കുറവാണെങ്കിൽ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് വ്യാജ ഔലിയാക്കൾ എന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയം നമുക്ക് ശരിക്ക് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയുടെ മലർവലിയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനോട് അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. ആരാണ് ഔലിയാക്കൾ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അവർ തഹാബ്ബു ഫില്ലാഹി അലാ ഗൈരി അർഹാമി ബൈനഹും. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സൗണ്ട് കൊടുക്കാവും. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കും അവരുടെ സ്നേഹങ്ങൾ ഉണ്ടാവുക. ഭൗതികമായ ലോകത്ത് ഒന്നും കണ്ട് പണം കണ്ടിട്ട് സ്നേഹിക്കൂല. ഇന്നതാണല്ലോ, പൈസ ഉണ്ടോ, പൈസ ഉണ്ടെങ്കിൽ ആ പൈസക്കാരോട് ഒരു പ്രത്യേക സ്നേഹം, പാവപ്പെട്ടവരോട് സ്നേഹം ഉണ്ടാവില്ല. അതല്ല,
അള്ളാഹുവിന്റെ ഔലിയാക്കള് അവർ അള്ളാഹുവിന്റെ വജഹിന് വേണ്ടിയാ സ്നേഹിക്കുന്നത്. റബ്ബിന്റെ പൊരുത്തം അതായിരിക്കും ഒന്നാമതായിട്ട് അവർക്ക് ഉണ്ടാവുക. അതിന് മറ്റൊരു താല്പര്യമില്ല. അർഹാമിൻ ബൈനഹും, വേറെ ഒരു താല്പര്യവും അതിന്റെ അവർക്ക് ഉണ്ടാവില്ല. അതുപോലെ വല അംവാലിൻ യതഖൗനഹ, അതുപോലെ തന്നെ സമ്പത്ത് അത് തിട്ടപ്പെടുത്താൻ വേണ്ടി, അത് അവർക്ക് കൃത്യമായി കിട്ടാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബന്ധം ആവൂല അവരുടെ ബന്ധം. അതിനെ പറ്റിയിട്ടൊന്നും ആയിരിക്കില്ല അവരുടെ ചർച്ച. ദുനിയാവിൽ എത്ര പണം സമ്പാദിക്കാം, എത്ര ആളുകളെ പറ്റിക്കാം, അല്ലെങ്കിൽ എന്തെല്ലാം മേഖലകളിൽ തങ്ങളുടെ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കാം എന്നുള്ള ചിന്ത അതായിരിക്കില്ല അവരുടെ ജീവിതത്തിൽ ഉടനീളുണ്ടാവുക. ബിസിനസ് വേണം, സമ്പത്ത് വേണം, ഒക്കെ വേണം. പക്ഷെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കില്ല അവർ ഒത്തുകൂടുന്നതും സംസാരിക്കുന്നതും. പിന്നെയോ ഫവല്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫവല്ലാഹി ഇന്ന വുജൂഹും ലനൂർ, അല്ലാഹു തന്നെയാണ് സത്യം, അവരുടെ മുഖത്ത് പ്രകാശമുണ്ടാകും, അല്ലാഹുവിന്റെ നൂറുണ്ടാകും. യൗമ തബിയദ്ദു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്, ഈമാനുള്ള ആളുകള് അല്ലാഹുവിലേക്കെല്ലാം കൊണ്ട് അല്ലാഹുവിലേക്ക് സർവ്വതും സമർപ്പിച്ച ആളുകൾ അവരുടെ മുഖത്ത് നൂറുണ്ടാകും. അത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ലക്ഷണമാണ്. മാത്രമല്ല അവരുടെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളിലും, അവരുടെ എല്ലാ മേഖലകളിലും പ്രകാശത്തിന്റെ ഒരു ഗോപുരം തന്നെ അവർ തീർക്കുന്നവരാണ്. അവരുടെ പ്രവൃത്തികളിൽ എല്ലാം ഒരു ഈമാനികമായിട്ടുള്ള ഒരു ചൈതന്യം കാണാം. എന്ത് കാര്യം ചെയ്യുമ്പോഴും സൂക്ഷ്മതയോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ചിരുന്ന മഹാത്മാക്കളായ ആളുകൾ, അവരുടെ അടുക്കളയിലേക്ക് ആളുകൾ പ്രവഹിച്ചത് അവരുടെ ആ പ്രവർത്തനങ്ങളിലും അവരുടെ ആ ജീവിത ശൈലികളിലും ഒക്കെ ഒരു ആത്മീയതയുടെ സുന്ദരമായ ഒരു ആനന്ദമുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് തന്നെ അവരിലേക്ക് ആളുകൾ ആകർഷകരായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞിട്ട് അവിടുന്ന് പറയുകയാണ്, വഇന്നഹും അലാ മനാബിറ നൂരിൻ വലാ യഖാഫൂന ഇദാ ഖാഫന്നാസ്, ജനങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ അവർക്ക് ഭയങ്ങൾ ഉണ്ടാവില്ല. നാളത്തെ പറ്റി ഓർത്തുകൊണ്ട് പഠിച്ചോനൊരു ഭൂകമ്പം ഉണ്ടായാൽ, ഒരു പേമാരി ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തമുണ്ടായാൽ എന്റെ സമ്പത്ത് മുഴുവൻ നശിച്ചു പോകുമല്ലോ റബ്ബേ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാവില്ല. ഭരിക്കുന്നത് ഫാസിസ്റ്റുകളാണല്ലോ, അതുകൊണ്ട് എന്റെ വളർന്നു വരുന്ന മക്കള് പഠിച്ചോനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും, അവരുടെ ജീവിതം തന്നെ അവതാളത്തിലാകുമോ? വർഗീയ ഫാസിസ്റ്റുകളിൽ നിന്നുകൊണ്ട് എന്റെ മക്കൾ ഞാൻ മരിച്ചാൽ രക്ഷപ്പെടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നാളെയെപ്പറ്റി ഓർത്തുകൊണ്ട് കുണ്ഠിതപ്പെട്ട് കഴിയുന്നവരാവില്ലവര്. ഭയവിഹ്വലമായ ജീവിതം നയിക്കില്ല. അതുപോലെ തന്നെ സമ്പത്തിനെ പറ്റി ഓർത്തുകൊണ്ട്, സാമ്പത്തികമായ ക്രൈസിസ് ഓർത്തുകൊണ്ട് വിഷമിക്കുന്നവരല്ല. പുതിയ പുതിയ നിയമങ്ങൾ വരുമ്പോൾ തന്റെ ബിസിനസ് നാളെ എന്താകുമെന്ന് കരുതിയിട്ട് പ്രയാസപ്പെടുന്നവരാകില്ല. എല്ലാം അല്ലാഹുവിനെ കർപ്പിച്ചുകൊണ്ട് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുവിന്റെ റസൂൽ അവരെ പറ്റി പറഞ്ഞിട്ട് എന്നിട്ട് നബി തങ്ങൾ വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ ആയത്ത് ഓതുകയാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് ആയത്ത് ഓതി കൊടുക്കുകയാണ്. അലാ അറിയണം, ഇന്ന ഔലിയാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു ഭയമുണ്ടാകില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്കൊരു ദുഃഖവും ഉണ്ടാകില്ല, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവരെല്ലാം അല്ലാഹുവിനെ കർപ്പിച്ചുകൊണ്ട് ഈമാനോടുകൂടി ജീവിക്കുന്നവരാണ്. അല്ലദീന ആമനൂ, അവർ ഈമാനുള്ളവരാണ്, വകാനൂ യത്തഖൂൻ, അവർ തഖ്വയുള്ളവരാണെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുകയാണ്. ലഹുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാ,
അവര് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുള്ളവരാണെന്ന് വിശുദ്ധമായ ഖുർആൻ ഓതി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫലസ്തീനിലെ പാവങ്ങളായ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ, ബോംബുകൾ വന്നുകൊണ്ട് വർഷിക്കുമ്പോഴും കുടുംബങ്ങളിൽ നിന്ന് ഓരോ അംഗങ്ങൾ അവരിൽ നിന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും വല്ല വിഷമമുണ്ടോ സഹോദരങ്ങളെ? ജീവിതത്തിന്റെ പ്രയാസങ്ങളുണ്ട്, പക്ഷേ അള്ളാഹിനെ പറ്റിയിട്ട് അവര് പരാതിപ്പെടുന്നില്ല. അള്ളാഹുവിനെ പറ്റി അവർ പരാതിപ്പെടുന്നില്ല. ജീവിത സാഹചര്യങ്ങളോട് പൊരുതി നിന്നുകൊണ്ട് പാവങ്ങളായ ആ സഹോദരങ്ങൾ അള്ളാഹുവിലേക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ട് ഷഹാദത്തിന്റെ തിരുവചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഔലിയാക്കളൊക്കെ അവരിലാണ് ഉണ്ടാവുക. ആലോചിച്ചു, നമ്മളൊക്കെ സുഖ സമൃദ്ധിയിൽ ഇങ്ങനെ ഭൗതികമായ ആനന്ദങ്ങളിൽ ലയിച്ചുകൊണ്ട് ആഡംബര പ്രബദ്ധമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഔലിയാവാൻ, അള്ളാഹുവിന്റെ വലിയാവാൻ, ഔലിയാക്കളിൽ പെടാൻ നമുക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കുക. ആ ഫലസ്തീനിലടക്കം ലോകത്തിന്റെ നിഖില മേഖലകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അവരിലായിരിക്കും ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാവുക. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഓതിയിട്ട് നമുക്ക് പഠിപ്പിച്ച ഒരു വിഭാഗമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ. അവർക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും പച്ചശാൽ ഇട്ടതുകൊണ്ടോ 10 പേരിലും മോതിരം ഇട്ടതുകൊണ്ടോ ഒരാൾ വലിയാവുകയില്ല, ഒരാൾ വലിയാവുകയില്ല. പ്രിയപ്പെട്ടവരെ, വലിയ എന്ന് പറഞ്ഞാൽ ആരാണ്? മഹാനായ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഉൽ അഖായിദ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അല്ലാഹുവിനെ പറ്റി, അവന്റെ അസ്തിത്വത്തെ പറ്റി, അഖായിദപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥം. അതിലും അതുപോലെ നിബ്രാസ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അൽ വലി എന്ന് പറഞ്ഞാൽ ഹുവൽ വലിയു, അല്ലാഹുവിന്റെ വലി എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ ആരിഫു ബില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ്. അല്ലാഹുവിനെ മാത്രമല്ല, അൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി, അല്ലാഹുവിന്റെ സിഫത്തുകളെ, അല്ലാഹുവിന്റെ വസ്ഫിനെ പറ്റിയിട്ട് അല്ലാഹു മൗജൂദുൻ ഖദീമും ബാക്കി എന്ന് തുടങ്ങുന്ന വരികൾ ചെറുപ്പത്തിൽ ഓതി പഠിക്കുന്ന മുതഅല്ലിമായ മക്കൾ, ചെറിയ മദ്രസയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹുവിന്റെ വാജിബായ സിഫത്തുകളെ പറ്റി, മുസ്തഹീലായ സിഫത്തുകളെ പറ്റി ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഈ പഠിത്തമല്ല, അല്ലാഹുവിനെ പറ്റി ഒരു മനുഷ്യനെ എത്ര അറിയാൻ കഴിയോ, അല്ലാഹുവിന്റെ സിഫത്തുകളെ പറ്റി എത്ര അറിയാൻ കഴിയോ, ഹസ്ബമാ യുംകിനു, അത്രയും കൂടുതൽ അല്ലാഹുവിനെ അറിയുന്ന ആളുകളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ആ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവര് അല്ലാഹുവിനെ മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് അങ്ങ് ലയിച്ചു ചേരുമ്പോ അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് അദൃശ്യമായ പല കാര്യങ്ങളെ പറ്റി അല്ലാഹു അവർക്ക് കഴിവ് നൽകുകയാണ്. നമ്മളെ കാണുന്ന ബാഹ്യമായ ലോകമല്ല, പ്രകടമല്ലാത്ത വേറെ ലോകങ്ങളുണ്ട്. ആലമുൽ മഗീബാത്ത്, ആലമുൽ മഗീബാത്ത് എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്, അദൃശ്യങ്ങളുടെ ലോകം. വിശുദ്ധമായ ഖുർആനിൽ തന്നെ നമുക്കറിയാത്ത പല കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. മഗീബാത്തുൽ ഖംസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, 5 കാര്യങ്ങൾ, നമുക്കറിയാത്ത കാര്യങ്ങൾ സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്കറിയാത്ത പല ലോകങ്ങളുണ്ട്. ആലമുൽ മഗീബാത്ത്, ആലമുൽ മലകൂത്ത്, ആലമുൽ ലാഹൂത്ത്. ഈ കോളേജിലൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ലാഹൂത്ത് കോളേജിൽ പഠിച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോളേജിൽ നിന്നല്ല അതിന്റെ അർത്ഥം. വേറെ നമുക്കറിയാത്ത പല ലോകമുണ്ട്, മലകൂത്തിയായ ലോകം. അതുപോലെ തന്നെ മഗീബാത്ത്, ആലമുൽ മഗീബാത്ത്, ആലമുൽ ലാഹൂത്ത്, ഇതൊക്കെ നമുക്കറിയാത്ത ലോകങ്ങളാണ്. ഈ ലോകങ്ങളെ പറ്റിയൊക്കെ അറിയുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവരെ പറ്റി പറഞ്ഞാൽ തീരില്ല. ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാരാ? അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആള്. അന ഉഅല്ലിമുകും ബില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന അഅലമുകും ബില്ലാഹ്, ഞാനാണ് ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ അറിയുന്നതെന്ന നബിതങ്ങൾ പറഞ്ഞത്. ആ നബിതങ്ങളോട് അല്ലാഹു പറഞ്ഞതാ ഖുർറബ്ബി വഖുർറബ്ബി സിദ്നി ഇൽമാ, നബിയെ ഇൽമിനെ ചോദിക്കാനാണ് പറഞ്ഞത്. അത്രയും അറിയുന്ന ആൾക്ക് പോലും ആ അറിവെന്ന് പറഞ്ഞ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തോട് ഇൽമു വർദ്ധിപ്പിച്ചു തരാനാണ് അല്ലാഹു പറഞ്ഞത്. അപ്പൊ അറിയാത്ത
അറിയാത്ത ഒരുപാട് ലോകങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. എങ്ങനെയാണ് അറിയുന്നത്? ലാ യസാലു അബദി സഹീഹുൽ ബുഖാരിയിൽ കാണാം, നബി തങ്ങൾ പറയുന്ന ഖുദ്സിയായ ഹദീസ്, ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നഫ്ലി. ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിലേക്ക്, ഒരു അടിമയായ മനുഷ്യൻ സുന്നത്തുകൾ എടുത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുമ്പോൾ, ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ എടുത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുമ്പോൾ, ഹത്താ ഉഹിബ്ബഹു ഫൈദാ അഹ്ബബ്തഹു, അല്ലാഹു തആല മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണ്. കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, പിന്നെ ആ മനുഷ്യൻ കേൾക്കുന്നത് മുഴുവൻ അല്ലാഹുവായി മാറുന്നു. അഥവാ സാധാരണ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത പലതും അയാൾക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറഞ്ഞത്. അതുപോലെ സാധാരണ ആളുകൾക്ക് കാണാൻ കഴിയാത്തത് അവർക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ അവരുടെ കൈകൾ കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് എത്തിപ്പെടാത്ത പല മേഖലകളിലും എത്തിപ്പെടാൻ അവർക്ക് സാധിക്കുന്നു എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരുടെ ലക്ഷണങ്ങൾ ശറഉൽ ഖായിദിൽ പഠിപ്പിക്കുകയാണ്. അൽ മുവാദിബു അല ത്വആത്ത്, അവര് എപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാ. ഔലിയ എന്ന് പറഞ്ഞാല് നിസ്കരിക്കാത്തവനല്ല, അല്ലെങ്കിലോ നോമ്പ് നോക്കാത്തവനല്ല. ഇന്ന് പല ആളുകളുണ്ട്, നിസ്കാരം ഉണ്ടാവൂല, നോമ്പുണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. അവര് നിസ്കരിക്കും. നിങ്ങൾ കാണുന്നില്ല എന്നാ പറഞ്ഞ ഞാൻ നിസ്കരിക്കുന്നത്. മനസ്സിലായോ? ശരീഅത്തനുസരിച്ചുകൊണ്ട് പിന്തുടരാൻ പറ്റാത്ത പല കാര്യങ്ങളും അവരിൽ നിന്നുകൊണ്ടുണ്ടാകുമ്പോഴും അവരെ മാതൃകയാക്കി പിന്തുടരുന്ന പല ആളുകളുണ്ട്. അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്ന് ഭ്രാന്തായി പോയ ആളുകൾ, അവർക്ക് ശരീഅത്തിന്റെ നിബന്ധനകളൊന്നും പാലിക്കില്ല. കാരണം അവര് മജ്ദൂബീങ്ങൾ ആ ഒരു ഹാലിലാണുള്ളത്. അഥവാ അള്ളാഹുവിൽ ലയിച്ചിട്ടാണെങ്കിലും അവര് ഭ്രാന്തായി പോയ ആളുകൾ. ഒരു ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കാതിരിക്കുന്ന ആളുകൾ അവർ ഒരിക്കലും ഔലിയാക്കളല്ല എന്നാണ് പറയുന്നത്. അൽ മുവാദിബു അല ത്വആത്ത്, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ലക്ഷണം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറയാണ്, ധാരാളമായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അൽ മുജ്തനിബു അനിൽ മഅസി, മോശമായ പ്രവർത്തനങ്ങളൊക്കെ മാറി നിൽക്കുന്നവരാണ്. പലിശ വാങ്ങുന്നവരല്ല, പലിശക്ക് കൊടുക്കുന്നവരല്ല, വ്യഭിചരിക്കുന്നവരല്ല, അതുപോലെ തന്നെ തോന്നിവാസങ്ങൾ ചെയ്യുന്നവൻ അവൻ ഔലിയല്ല. കളവ്, വായ തുറന്ന കളവേ പറയുള്ളൂ. കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കറാമത്തുകൾ ഉണ്ടാക്കി പറയുന്നവനല്ല വലിയ. ആത്മീയ കച്ചവടം നടത്തിയിട്ട് പാവങ്ങളായ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനല്ല വലിയ. പ്രിയപ്പെട്ടവരെ, ഒരു തലപ്പാവ് ധരിച്ചെന്ന് കരുതി, താടി നീട്ടി വളർത്തിയെന്ന് കരുതി, അതുപോലെ തന്നെ തസ്ബീഹുമാല കയ്യിൽ പിടിച്ചെന്ന് കരുതി ഒരുത്തരും വലിയാവൂല. അതല്ല വലിയന്റെ ഐഡന്റിറ്റി. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദീനനുസരിച്ച് ജീവിക്കുക. ഒരാൾ വലിയാണെന്ന് നോക്കുന്നത് ദീനുണ്ടോ, അയാൾക്ക് തഖ്വയുണ്ടോ? ഇൻ ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങളല്ലാതെ ഔലിയാക്കൾ ഇല്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഔലിയാക്കളെ പറ്റിയിട്ട് പരിചയപ്പെടുത്തുക എന്നാണ്. എല്ലാ കാലഘട്ടത്തിലും ഔലിയാക്കളുണ്ട്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടങ്ങൾ ജീവിച്ചവരാണ് ഹവാരിയീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചല്ലോ, ആരാണ് എന്നെ സഹായിക്കുന്നത്? ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒപ്പം നിന്നൊരു വിഭാഗക്കാരുണ്ട് ഹവാരിയീങ്ങൾ. അവർ ഔലിയാക്കളാണെന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹയെ പോലെയുള്ള മഹാത്മാക്കൾ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഗുഹാവാസികളായ ആളുകൾ അവർ ഔലിയാക്കളാണെന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ആ സൂറത്തുൽ കഹ്ഫിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഔലിയാക്കളുടെ ലക്ഷണം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ മുഅ്രിദു അനിൽ ഇൻഹിമാകിൽ ലദ്ദാത്തി വശഹവാത്ത്, സ്വന്തം ഇച്ഛകളെ ഉപേക്ഷിക്കുന്നവരാണ് ഔലിയാക്കൾ. ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട് തോന്നിയതുപോലെ ജീവിക്കുന്നവരല്ല. ആ
ആ ഇച്ഛകളെയും സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റിയിട്ട് അള്ളാഹുവിനെ ബലമേൽപ്പിച്ച് അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ഔലിയാക്കളെ പറ്റിയിട്ട് അവരുടെ ലോകത്തേക്ക് നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിച്ച ഖുദ്സിയായ ഹദീസിൽ കാണാം, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ലിൽ ഹർബ്. എൻ്റെ ഔലിയാക്കൾ, എൻ്റെ വലിയിൽപ്പെട്ട ആരെങ്കിലും ഏറ്റുമുട്ടി കഴിഞ്ഞാൽ, അവരോട് ഇഷ്ടമില്ലാത്തത് പറഞ്ഞ് അവരെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ, ഫഖദ് ആദൻതുഹു ലിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔലിയാക്കളെ നിന്ദിക്കുമ്പോ, അമ്പിയാക്കളെ നിന്ദിക്കുമ്പോ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ പരിശുദ്ധമായ ദീനുമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങിയ സന്ദർഭം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഏകനാണ്, അവന്റെ വേറെ പങ്കുകാരില്ല, അവൻ ആരുടെയും മകനല്ല, അവന്റെ മക്കളില്ല എന്ന് തുടങ്ങിയിട്ടുള്ള ആ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഇഖ്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയപ്പോൾ രണ്ട് മനുഷ്യര് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ഒരാൾ ആരായിരുന്നെന്നറിയുമോ? ആമിർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആമിർ എന്ന് പറയുന്ന മനുഷ്യൻ കണ്ണ് കാണാത്തയാളാണ്, പക്ഷേ മക്കയിലെ സുന്ദരനായ വ്യക്തിയായിരുന്നു ആമിർ. ആരെല്ലാവരും നോക്കിപ്പോകും. ചരിത്രകാരന്മാർ ഇബ്നു ഹിശാമിനെ പോലെയുള്ള ആളുകൾ, ഇബ്നു ഇസ്ഹാഖിനെ പോലെയുള്ള ആളുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു സദസ്സിലേക്ക് ആൾ കയറി വന്നു കഴിഞ്ഞാൽ സൗന്ദര്യം കണ്ടുകൊണ്ട് ആളുകൾ ബഹുമാനിക്കുമായിരുന്നു ആമിർ. പക്ഷേ രണ്ട് കണ്ണും കാണൂല. മറ്റൊരു വ്യക്തിയായിരുന്നു അബ്റദ് എന്ന് പറയുന്ന മനുഷ്യൻ. അങ്ങനെ ഈ അബ്റദും ആമിറും കൂട്ടുകാരായിരുന്നു. കണ്ണു കാണാത്ത ആമിറിനെ എപ്പോഴും കൊണ്ടുപോകുന്നത് അബ്റദായിരുന്നു. രണ്ടുപേരും കൂടിയിട്ട് തീരുമാനിച്ചു, മുഹമ്മദ് പുതിയ വാദഗതികളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ലെന്നാണ് മുഹമ്മദ് പറയുന്നത്, അതുകൊണ്ട് മുഹമ്മദിനെ നമുക്കൊന്ന് വകവരുത്തണം. അങ്ങനെ ആമിർ എന്ന് പറയുന്ന കണ്ണ് കാണാത്ത വ്യക്തി പറയുന്നു, ഞാൻ മുഹമ്മദിന്റെ അടുത്ത് പോയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും, എന്നിട്ട് മുഹമ്മദിനോട് ചോദ്യം ചോദിക്കുമ്പോൾ മുഹമ്മദ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ നിനക്ക് സിഗ്നൽ തരും. ഞാൻ സിഗ്നൽ തരുന്ന സമയത്ത് നീ വാളുമായി വന്നിട്ട് മുഹമ്മദിനെ കൊല്ലണം എന്ന് പറയുകയാണ്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആമിറും അബ്റദും ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, മുഹമ്മദേ, ഞാൻ മുസ്ലിം ആകാം, പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്, അധികാരം നീ എനിക്ക് തരണം, നീ അധികാരം എനിക്ക് തരണം. മക്കയിലെ അഭിജാത്യവും പ്രൗഢിത്യവുമുള്ള കുബേരന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ആമിർ വന്നുകൊണ്ട് പുണ്യപ്രവാചകനോട് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ അധികാരം നൽകാമെന്ന പ്രവാചകനല്ല, ഞാൻ അധികാരത്തിന് വേണ്ടി വന്നയാളല്ല, സത്യത്തിലേക്ക് ധാർമ്മിക പ്രബോധനത്തിന് വേണ്ടി, ദൗത്യ നിർവഹണത്തിന് വേണ്ടി, പ്രബോധനത്തിന്റെ ഗോതയിലേക്ക് ഞാൻ കടന്നു വന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുവാനും അതുപോലെ ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുവാനും പാരത്രിക ലോകത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുവാനുമാണ് എന്ന് പറഞ്ഞ സമയത്ത്, എന്നാ മുഹമ്മദേ, നഗരത്തിന്റെ അധികാരം എനിക്ക് നീ നൽകിയാൽ മതി, പട്ടണത്തിന്റെ അധികാരം നീ എടുത്തു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴും പ്രവാചകർ പറഞ്ഞു, ഞാൻ അധികാരത്തിന് വേണ്ടി വന്നയാളല്ല, അധികാരം അല്ലാഹുവിൽ സംക്ഷിപ്തമാണ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആമിർ അബ്റദ് എന്ന് പറയുന്ന കൂട്ടുകാരന് സിഗ്നൽ കൊടുക്കുന്നു. ഹബീബായ തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉരി പിടിച്ച വാളുമായിട്ട് വന്ന അബ്റദ് തന്റെ ഉറയിലേക്ക് ഇട്ട വാള് അതിന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷേ നടക്കുന്നില്ല. കാരണം വല്ലാഹു അസിമു വജിബ്രീലു ഖാദിമു വൽ ബുറാഖു മർകബു വമിഅറാദു സഫറു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്നത് വല്ലാഹു അസിമു, അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. വജിബ്രീലു ഖാദിമു, നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നും ചെയ്യാൻ
ഒന്നും ചെയ്യാൻ അബറദിന് സാധിക്കാതെ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അബറദിനോട് പറയുകയാണ്, അബറദേ, നീ എന്നെ കൊല്ലാൻ വന്നതാണല്ലേ അബറദേ. ആ സമയത്ത് ആമിർ ഞെട്ടിപ്പോവുകയാണ്. രണ്ടുപേരും അവിടെ നിന്നുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റ ദുആയാണ്, അല്ലാഹുവേ, ഇവരുടെ ശർറിൽ നിന്നുകൊണ്ട് എന്നെ നീ കാക്കേണമേ അല്ലാഹ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ചു ദുആയിരുന്നു. അബറദ് എന്ന് പറയുന്ന വ്യക്തി ഇടിമിന്നലേറ്റുകൊണ്ട് മരിക്കുകയാണ്, ഇടിമിന്നലേറ്റുകൊണ്ട് കൊല ചെയ്യപ്പെടുകയാണ്. കാരണം പുണ്യപ്രവാചകന്റെ ദുആയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പിന്നെ ആക്രമിക്കാൻ വേണ്ടി പല പ്ലാനുകളും നടത്തിയിട്ട് റസൂലുള്ളാഹിന്റെ നേരെ വരുമ്പോൾ ഈ മനുഷ്യൻ ഇടിമിന്നലേറ്റ് മരിക്കുന്നു. അതുപോലെ കണ്ണ് കാണാത്ത ആമിർ ശത്രുവിന്റെ കയ്യിൽ നിന്നുകൊണ്ട് കുത്തേറ്റുകൊണ്ട് ആ കുത്ത് അത് പഴുത്ത് വലുതാവുന്നു, അതിൽ നിന്നുകൊണ്ട് ദുർഗന്ധം വരുന്നു. വളരെ മോശമായ അവസ്ഥയിൽ ഈ ലോകത്ത് നിന്നുകൊണ്ട് വിട പറഞ്ഞു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തിനാണെന്നറിയോ? അള്ളാഹുവിന്റെ അമ്പിയാക്കളെ അല്ലാഹു തആല സംരക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളെയും. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ലിൽ ഹർബ്. അതുകൊണ്ട് ഔലിയാക്കളെ പറ്റിയിട്ട് മോശം നമ്മൾ പറയും, വ്യാജന്മാരെ പറ്റിയല്ല പറയുന്നത്. ഒറിജിനൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച മഹാത്മാക്കൾ, ആ മഹാന്മാരെ പറ്റി നമ്മൾ പഠിക്കണം, അവരെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിനെ പറ്റി കൂടുതൽ അറിഞ്ഞവരാണ് അവര്. ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ അറബി റളിയല്ലാഹു അൻഹു ശജറാത്തു ദഹബ് എന്ന് പറയുന്ന അവിടുത്തെ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇമാം യാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഇർഷാദു യാഫി നോക്കിക്കഴിഞ്ഞാൽ കാണാം, ബഹുമാനപ്പെട്ട ഗസാലി ഇമാം 400 കുട്ടികൾക്ക് ദർസ് നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു. 400 മുതഅല്ലിമീങ്ങൾ. ഇന്ന് കേരളത്തിൽ അങ്ങനെ ദർസ് നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ വളരെ പ്രയാസമാണ്. 400 കുട്ടികളുള്ള ഒരു ദർസ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ സഹോദരങ്ങളെ? കോളേജുകൾ തന്നെ വളരെ വിരളമാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ 400 മുതഅല്ലിമീങ്ങളുടെ ഉസ്താദായിരുന്നു മഹാനായ അബൂ ഹാമിദ് അൽ-ഗസാലി റളിയല്ലാഹു അൻഹു. ഒരുപാട് ഗ്രന്ഥം രചിച്ച മഹാനായിരുന്നു. അവിടുത്തെ ശിഷ്യനായ അബൂബക്കർ ബിൻ അറബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശജറാത്തു ദഹബ് എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, അങ്ങനെ എൻ്റെ ഉസ്താദ് ഒരു ദിവസം എല്ലാം വിട്ടുകൊണ്ട് പോയി. വഖദ് റഅയ്തുഹു യുദർരിസു ലി 400 ഇമാമൻ മിൻ ഉലമായി ബഗ്ദാദ് ബഗ്ദാദിലെ വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളൊക്കെ എൻ്റെ ഉസ്താദിന്റെ ശിഷ്യന്മാരായിരുന്നു. 400 മുതഅല്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉസ്താദ് ഒരു ദിവസം എല്ലാം വിട്ടുകൊണ്ട് പോയി. ഉസ്താദിനെ കാണുന്നില്ല. ഞാനിങ്ങനെ ഒരു ദിവസം മരുഭൂമിയിലൂടെ എൻ്റെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അപ്പൊ ഞാൻ കണ്ടു, എൻ്റെ ഉസ്താദിനെ കണ്ട് മഹാനവറുകൾ പറയുകയാണ്, അങ്ങനെ എൻ്റെ ഉസ്താദിനെ കണ്ടപ്പോൾ അവിടത്തെ കയ്യിൽ ഞാൻ കണ്ടത് ഹസനൻ ഒരു വടി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദിന്റെ ശരീരത്തിൽ അവിടത്തെ തോളിൽ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിനായിട്ടുള്ള ഒരു തോൽപാത്രം ഇങ്ങനെ ഇട്ടിട്ട് ഫക്കീറായിട്ട് വളരെ മുഷിന്ന വസ്ത്രത്തോടെ എൻ്റെ ഉസ്താദ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, അലൈസ തദ്രീസുൽ ഇൽമി ബിബഗ്ദാദ ഖൈറുൻ മിൻ ഹാദാ ഫഇന്ന الاستواء بالعلم اولى ما من افضل الطاعات اولى انفقت فيه لفعائس الاوقات. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ പറയുന്ന ഒരു ഇബാദത്തുണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട്. ഇത് മഹാനവറുകൾ എന്ന് പറയുകയാണ്, ഇൽമിന്റെ പ്രാധാന്യം. എൻ്റെ ഉസ്താദെ 400 കുട്ടികൾക്ക് ദർസ് നടത്തിയിട്ട് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കുകയാണോ എന്ന് ചോദിച്ച സമയത്ത് എൻ്റെ ഉസ്താദ് എൻ്റെ നേരെ ഇങ്ങനെ നോക്കി, എന്നിട്ട് അവിടുന്ന് പെട്ടെന്ന് അങ്ങ് കരയാൻ തുടങ്ങി. തുറിച്ചിങ്ങനെ നോക്കിയിട്ട് ഒരൊറ്റ കരച്ചിലാണ്. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ എന്നോട് പറയുകയാണ്, غزلت لهم غزلا دقيقا فلم أجد لغزلي نسارا فكسرت بغزلي تركت هوى ليلى وسعدا بمنزلي وعدت إلى تدريه أول منزلي. മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, എൻ്റെ ഉസ്താദ് ഒരു പദ്യമാണ് ചൊല്ലിയത്. എന്താണെന്നറിയുമോ?
غزلت لهم غزلا دقيقا فلم أجد. ഞാൻ നല്ലൊരു നെയ്ത്തുകാരനാണ്, ഒരുപാട് നെയ്തുണ്ടാക്കി. അവസാനം അതെല്ലാം നെയ്തുണ്ടാക്കിയപ്പോ വസ്ത്രം വാങ്ങാൻ ആള് കിട്ടിയില്ല. മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, ഞാൻ കുറെ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി. ഇമാം ഗസാലി തങ്ങളുടെ ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. അയ്യുഹൽ വലദ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ഒരു കുട്ടി ഉസ്താദിനോട് സംശയങ്ങൾ ചോദിച്ചു, ആഖിറത്ത് രക്ഷപ്പെടാനുള്ള വഴി ഏതാണ്? അതിന് മറുപടിയായി ഒരു ഗ്രന്ഥം അങ്ങ് എഴുതി, അയ്യുഹൽ വലദ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിജ്ഞാനത്തിന്റെ പടുവൃക്ഷമായിരുന്ന 400 മുതഅല്ലിമീങ്ങളുടെ ഉസ്താദ് അവിടുന്ന് പറയുകയാണ്, ഞാൻ കുറെ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി, പക്ഷേ ആ ഗ്രന്ഥങ്ങളൊക്കെ നോക്കുന്ന ആളുകള് നമ്മെ കുറവായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ ഇങ്ങനെ ദർസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈലയെ പോലെ, ലൈല എന്ന് പറയുന്ന ഒരു പെണ്ണിനെ സ്നേഹിച്ച ഇമ്രുൽ കൈസ് എന്ന് പറയുന്ന വ്യക്തി, ഇമ്രുൽ കൈസ് അല്ല, ഹിജറ 200 കാലഘട്ടത്തിൽ ജീവിച്ച ഒരു കവിയായിരുന്നു അദ്ദേഹം. ലൈല എന്ന് പറയുന്ന തന്റെ കാമുകി ഇങ്ങനെ പ്രേമിച്ചു അവസാനം ലൈലയെ പറ്റിയുള്ള ചിന്ത മാത്രമായപ്പോ അവിടുത്തെ പിതാവ് കഅബാലയത്തിന്റെ ചാരത്ത് കൊണ്ടുപോയി റബ്ബിനോട് നിന്റെ ലൈലാനെ പറ്റിയുള്ള സ്നേഹം നിന്റെ മനസ്സിന്ന് പോകാൻ വേണ്ടിയിട്ട് അല്ലാഹുവോട് പറയാൻ പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ കഅബാലയത്തിന്റെ കില്ല് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പിന്നെ ഒരു കവിത എന്ന് ചെല്ലുകയാണ്, يا رب لا تسلبني حبها أبدا ويرحم الله عبدا قال آمينا. അല്ലാഹുവേ, ലൈലാനോടുള്ള സ്നേഹം എനിക്ക് കാലാകാലം വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. എന്റെ ഈ പ്രാർത്ഥനക്ക് വയർഹമുല്ലാഹു അബ്ദൻ ഖാല ആമീൻ. ആരൊക്കെ ആമീൻ പറയുന്നു അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും ലയിലയിൽ ലയിച്ചുപോയ കൈസിനെ പറ്റിയിട്ട് ഗസാലി ഇമാം പറഞ്ഞിട്ട് പറയാണ്, ഇതുപോലെ ഞാൻ കുറെ ഗ്രന്ഥമൊക്കെ ഉണ്ടാക്കിയല്ല എന്നത്, പക്ഷേ അല്ലാഹുവിനെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്ത എൻ്റെ കൽബിലൊന്ന് കയറിയപ്പോ ഞാൻ ദിവസവും എല്ലാം ഉപേക്ഷിച്ചു അല്ലാഹുവിനെ തേടി അങ്ങ് നടന്നു എന്ന് മഹാനായ ഗസാലി ഇമാം പറയാണ്. അവിടുത്തെ ശിഷ്യനായ അബൂബക്കർ അറബി റളിയല്ലാഹു അൻഹു ശജറാത്തു ദഹബിലൂടെ പറയുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് 2 വർഷം വന്നു. 2 വർഷം വന്ന് ഇങ്ങനെ ഒരേ യുദ്ധം, വേറെ സംസാരമൊന്നുമില്ല, അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്ത മാത്രം. സംശയങ്ങൾ ചോദിക്കാൻ വരുന്ന ആളുകൾ അവിടുത്തെ കാണാൻ വരുമ്പോൾ തന്നെ റബ്ബിനെ പറ്റി ഓർമ്മ വരുന്ന രൂപത്തിലേക്ക് അവിടെ നിന്ന് മാറണം. ഇതാണ് സഹോദരങ്ങളെ വലിയെന്ന് പറഞ്ഞ അല്ലാരിഫു ബില്ലാഹ്, അള്ളാഹനെ ഏറ്റവും കൂടുതൽ എങ്ങനെയൊക്കെ അറിയാൻ പറ്റുമോ അതുപോലെ അറിഞ്ഞ ആളുകൾ അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അല്ലാതെ ഈ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇന്ന് കാണുന്ന ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകൾ 100 എടുത്ത 1 ഉണ്ടാവുള്ളൂ. വലിയ നോക്കേണ്ടത് എന്താ? തഖ്വ ഉണ്ടോ എന്ന് നോക്കുക. ആ രൂപത്തിൽ ജീവിച്ചവരാണ് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുന്ന് ഔലിയാക്കളുടെ നേതാവായിരുന്നു. ദറസ്തുൽ ഇൽമ ഹത്താ പഠിച്ചു. എത്ര വർഷം? 50 വർഷം വയസ്സാവുമ്പോഴാ ശരിക്കും ദർസ് അവിടെ നിന്ന് തുടങ്ങണം. അതുവരെ പഠിത്തം തന്നെയായിരുന്നു. അങ്ങനെ അള്ളാഹനെ പഠിച്ചു മനസ്സിലാക്കിയ മഹാനാണ് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെ ആണ്ടാണ് വരുന്ന വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് അവിടുത്തെ പറ്റി മഹത്വപ്പെടുത്തി അവിടുത്തെ അവദാനങ്ങളും പ്രകീർത്തനങ്ങളും പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടുന്ന് പതിവാക്കിയിരുന്ന ദിക്ർ റാത്തീബ് എന്ന് പറഞ്ഞാൽ അത് ശിർക്കൊന്നല്ല, ഹദീസിൽ വാരിദായി വന്ന അവിടുന്ന് പതിവാക്കിയിരുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ ദിക്റുകൾ, അതാണ് ഈ റാത്തീബ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ ശിർക്കൊന്നല്ല. അതിന് പറഞ്ഞെന്താ? അള്ളാഹുവിന്റെ ദിക്റുകളല്ലേ പറയുന്നത്. അള്ളാഹുവിന്റെ ദിക്റുകൾ അത് ഉരുവിട്ടുകൊണ്ടുള്ള ആ റാത്തീബ്, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി ചെല്ലുന്ന മജ്ലിസ് എല്ലാവരും അതിലൊക്കെ ഭാഗമാക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന്തമൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിച്ചു അവരോടൊപ്പമാണെന്ന. കിത്മീർ എന്ന് പറയുന്ന നായ അസ്ഹാബുൽ കഹ്ഫിനെ സ്നേഹിച്ചു, അവരോടൊപ്പം അതിന് നജസായ നായ സ്വർഗ്ഗത്തിൽ പോയി. അല്ലെ, നായെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തുള്ള പിടങ്ങോട്, വയനാട്ടിലുള്ള പിടങ്ങോടുള്ള നസീറ എന്ന് പറയുന്ന സഹോദരി ഒരു നായയെ ശുശ്രൂഷിച്ചപ്പോൾ അത് വലിയ വാർത്തയായി നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ നായ മഹാന്മാരായ ആളുകളെ സ്നേഹിച്ച കാരണത്താൽ സ്വർഗത്തിൽ കിടക്കുമെന്നാണ് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കിത്മീർ എന്ന് പറയുന്ന നായ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ നമ്മൾ സ്നേഹിക്കുക. അള്ളാഹു തആല അവരോടൊപ്പം നമ്മൾക്ക്